ഹായ് ഓൾ. RRB ഗ്രൂപ്പ് ഡി അല്ലെ, ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 1 മിനിഞ്ഞാന്ന് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. ഇനി എന്തായിരുന്നു, പഠിക്കാൻ തുടങ്ങണം അല്ലെ. അപ്പൊ RRB ഗ്രൂപ്പ് ഡി തന്നെ ആ ഒരു സമയത്ത് തന്നെ അതിന്റെ കൂടെ തന്നെ കുറെ എക്സാമിന്, ബാക്കിയുള്ള കുറെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അപ്പൊ ഇങ്ങനെയുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് എങ്ങനെയാണ് പഠിക്കുക, രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അത് ഞാൻ കണ്ടായിരുന്നു, പല വീഡിയോസിന്റെയും താഴെ അങ്ങനെ ഒരു ഡൗട്ട് കണ്ടായിരുന്നു. അപ്പൊ ഉറപ്പായിട്ട് എന്തായിരുന്നു, നമുക്കൊരു വേറൊരു വീഡിയോയില് അത് നാളെ നമുക്ക് അത് പറയാം കേട്ടോ. രണ്ടുപേർക്കും കൂടി എങ്ങനെയാണ് ഒരുമിച്ച് പഠിക്കാൻ പറ്റുക എന്നൊക്കെ നോക്കാം. അപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങാം. സിലബസ് അറിഞ്ഞിട്ട് നമുക്കത് പഠിക്കാൻ തുടങ്ങാം. അപ്പൊ പഠിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാ? ഇന്ന് മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ RRB ഗ്രൂപ്പ് ഡി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ആണ്. അതായത് ഇതൊരു സിംഗിൾ എക്സാം ആണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതെന്തായിരുന്നു, ഒരു സിംഗിൾ എക്സാം ആണ്. അപ്പൊ ഒരു സിംഗിൾ എക്സാം, ഒറ്റൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി ഒരു ജോലിയാണ് ലഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 100 മാർക്കാണ്. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതമാണ് 100 മാർക്ക് എന്ന് പറയുന്നത്. മൊത്തം എത്ര സമയം എടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ 90 മിനിറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, മൊത്തം നമുക്ക് എടുക്കുന്നത് 90 മിനിറ്റ് ആണ് ഇതിലെടുക്കുന്നത്. ഇതില് ഏതിനാണ് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത് മാത്സ് ആൻഡ് റീസണിങ് തന്നെയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്തായിരുന്നു ഫസ്റ്റ് ഇമ്പോർട്ടൻസ്? മാത്സ് ആൻഡ് റീസണിങ്ങിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മാത്സ് ആൻഡ് റീസണിങ്ങിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ മാത്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 25 ചോദ്യങ്ങളാണ് വരുന്നത്, 25 മാർക്കും. റീസണിങ് 30 ചോദ്യങ്ങൾ, 30 മാർക്കും. സോ മാത്സ് ആൻഡ് റീസണിങ്ങിന് നമുക്ക് ലഭിക്കുന്ന മാർക്ക് 55 മാർക്സ് ആണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 55 മാർക്കാണ് മാത്സ് ആൻഡ് റീസണിങ്ങിനും വരുന്നത്. ഇനി ജനറൽ അവയർനെസ്സിന് എത്രയായിരുന്നു? 25 മാർക്കാണ്. അപ്പോ ജനറൽ അവയർനെസ്സിൽ ജനറൽ സയൻസിന് 25 മാർക്കാണ്. ഏത് രീതിയിലുള്ള സയൻസ് ആണ്? SCRTയുടെ സയൻസ് പഠിച്ചാൽ മതിയോ? പോരാ. SCRTയുടെ ഉറപ്പായിട്ടും കുറെ ബേസ് SCRT നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയല്ല, CBSE ലെവലാണ് സയൻസ് പഠിക്കുന്നത്. ഓക്കെ, CBSE ലെവലാണ് സയൻസ് പഠിക്കുന്നത്. അപ്പൊ CBSE ലെവലാണ് നമുക്ക് സയൻസ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായ. അപ്പൊ ഇവിടെ CBSE നമ്മൾ സയൻസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് വേറെ. അപ്പൊ CBSE എത്ര മുതലാണ് പഠിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെയുള്ളതിനാണ് പഠിക്കുന്നത്. ഓക്കെ, അപ് ടു 10th സ്റ്റാൻഡേർഡ് ആണ്. 10ാം ക്ലാസ് വരെയുള്ളതിനാണ് പഠിക്കേണ്ടത്. അപ്പൊ CBSE നമ്മൾ പഠിക്കണം, 10ാം ക്ലാസ് വരെയുള്ളതാണ് പഠിക്കേണ്ടത്, 25 മാർക്ക് കിട്ടാൻ. അപ്പൊ മാത്സ് ആൻഡ് റീസണിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സയൻസിനാണ്. അപ്പൊ നമ്മള് വേറൊരു ഒരെണ്ണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊടുക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തായിരുന്നു ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന സബ്ജക്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി GKയുടെ 20 മാർക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ GK 20 മാർക്കില് ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കാൻ സാധ്യത. ഓക്കെ, കറണ്ട് അഫയേഴ്സ്. ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്, CAG ആരാണ്, AG ആരാണ്, ഇലക്ഷൻ കമ്മീഷണർ ആരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതായത് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും ഇവന്റ്സ് പ്രതീക്ഷിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സബ്ജക്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഹിസ്റ്ററി, എക്കണോമിക്സ്, ജിയോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റാറ്റിക് GK, അങ്ങനെ സ്റ്റാറ്റിക് GK എന്നും കുറെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാറ്റിക് GK തന്നെ കിട്ടും. കറണ്ട് അഫയേഴ്സ് എന്ന ഒരു അപ്പോയിന്റ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു 6-7 ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാ സബ്ജക്റ്റും ഇപ്പൊ ഒരു 10 മാർക്കിന് താഴെയാണ് ഏത് വരുന്നുള്ളൂ, നമുക്ക് ഹിസ്റ്ററി, ജിയോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ഇതൊക്കെ 10 മാർക്കിന് താഴെയേ വരുന്നുള്ളൂ. അപ്പൊ ഓരോന്നിനും ഒരു 2 മാർക്ക്, മാക്സിമം 3 മാർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പോ നമുക്ക് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള മാർക്കുകൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, എടുക്കണം. ഷുവർ ഷോർട്ട് ആയിട്ടുള്ള മാർക്ക്. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടെക്നിക്ക്. ഷുവർ ഷോർട്ട് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വലിയൊരു പ്രശ്നം തീരും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഇനിയിപ്പോ അതല്ല, നിങ്ങൾക്കൊരു 150 ദിവസം ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ നമ്മുടെ ബോസ് ആവുന്ന സമയത്ത് എന്തായിരുന്നു, നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാൻ കുറച്ച് മടിയുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് മടിയുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ മടിയുള്ള ആൾക്കാർക്ക് വേറൊരു വഴിയുണ്ട്. നമ്മൾ നമ്മുടെ ബോസ് ആവുമ്പോഴാണ് നമുക്ക് ഇത്രയും മടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വലിയ കൂടുതൽ സീനൊന്നും കാണിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പരിപാടി എന്താണ്,
നമ്മള് ഒരു ഏതെങ്കിലും ഒരു ഗൈഡൻസ് ഒരു മെന്ററെ കിട്ടി കഴിഞ്ഞു എന്ന് വെച്ചാൽ സെറ്റ് ആയി പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് പഠിക്കും എന്ന് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവില്ലേ? അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാന് ഓടോടുകൂടി നമുക്കൊരു ബാച്ച് ഉണ്ട്, RRBയുടെ ബാച്ച് ഉണ്ട്. RRB ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് ആണ്. നമുക്കൊരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമുക്ക് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 150 ദിവസം സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ സിലബസ് വൈസ് പഠിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ 150 ദിവസം സ്റ്റഡി പ്ലാനിലൂടെ നമുക്ക് എന്തായിരുന്നു ഇത് നമുക്ക് നേടാൻ സാധിക്കും. അപ്പൊ കൃത്യമായിട്ട് എന്തായിരുന്നു നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും 150 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടി. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക, നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കുറെ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. 150 ദിവസം കൊണ്ട് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് സെഷനും എന്തായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവും. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് സെഷനും നിങ്ങൾക്കുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മോക്ക് ടെസ്റ്റ് മാത്രമല്ല ഇതിന്റെ കൂടെ തരുന്നത്, നിങ്ങൾക്ക് PYQ ഡിസ്കഷൻ ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ തന്നെ തരുന്നത് കേട്ടോ. എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിന്റെ ലിങ്ക് നമുക്ക് കമന്റ് ബോക്സിൽ ഉണ്ട്. അപ്പൊ കമന്റ് ബോക്സിൽ ആപ്പിന്റെ ലിങ്ക് ഉണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക, എന്നിട്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്, ആ കോഴ്സ് ഉണ്ട്. അപ്പൊ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നോർമൽ ആപ്പ് ഓൺ ചെയ്യുന്ന പോലെ ഓൺ ചെയ്യുക, ഓപ്പൺ ആക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഫോൾഡർ വരും. അപ്പോൾ ഓൾ കാറ്റഗറീസിൽ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ വരുമ്പോൾ താഴെ മൂന്നാമത്തെ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷൻ വരും. അപ്പൊ നമ്മൾ RRB ഗ്രൂപ്പ് ഡി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഉടനെ ചെന്ന് ബൈ ചെയ്യരുത് കേട്ടോ, കാരണം ഇപ്പൊ 1860 അല്ലേ. അപ്പൊ ഇതിന്റെ താഴെ ഒന്ന് സ്ക്രോൾ ചെയ്ത റീഡ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റീഡ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഹാവ് എ കൂപ്പൺ കോഡ് എന്ന് കാണിക്കും. അപ്പോ നമുക്ക് കൂപ്പൺ കോഡ് ഉണ്ടല്ലോ, JIJI20. അപ്പൊ ഡൺ കൊടുക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, JIJI20 കൂപ്പൺ കോഡ് അപ്ലൈഡ് 1490 രൂപ. എന്നിട്ട് ബൈ കൊടുക്കുക. ബൈ കൊടുക്കുമ്പോൾ ഇവിടെ UPI യോ ഗൂഗിൾ പേയോ ഏതാന്ന് ചോദിക്കും. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി യൂട്യൂബിൽ കണ്ടാണെന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോഴെന്തായിരുന്നു അവർ നിങ്ങളെ പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.